Good afternoon all. Good afternoon. അപ്പോൾ നമ്മൾ ഇന്ന് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ അടുത്ത ഡിസോർഡർ നോക്കാൻ പോവാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ. അഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രത്യേകത 3 ക്ലസ്റ്റർ ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കാം. Okay. Personality disorders. ആരൊക്കെയോ ജോയിൻ ആവുന്നുണ്ട്, അതാണ്. Defining personality disorders. Personality disorders is a heterogeneous group of disorders. Just a second. എന്താ മോദേ? ശരി. Personality disorders are a set of heterogeneous group. Homogeneous heterogeneous group of disorder. They are usually characterized by problem in forming a stable, positive sense of self and sustaining close and constructive relation. Stable ആയിട്ടുള്ള positive self ഉണ്ടാക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ നല്ലൊരു ബന്ധവും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ മെയിൻ പ്രശ്നം. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെൻസ് ഓഫ് സെൽഫും പിന്നെ മറ്റൊരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റാതിരിക്കുകയാണ് കേട്ടോ. According to DSM-5, a person is to be diagnosed with the personality disorder if there is significant impairment in self, identity or self-direction law, and interpersonal intimacy or empathy function. Interpersonal, personality disorder. A person's enduring pattern of behavior must not be flexible and should be pervasive, stable and longer in duration that deviates from the individual's cultural expectation. ഒരാളുടെ കൾച്ചറൽ എക്സ്പെക്ടേഷൻ ഡീവിയേറ്റ് ചെയ്ത് കിടക്കാനുള്ള സ്വഭാവമാണ്. ഫ്ലെക്സിബിൾ ഒന്നും ആയിരിക്കില്ല, ഒരു ഭയങ്കര കടുപ്പെടുത്തമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള അവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. ഇപ്പൊ സംശയരോഗം അല്ലെങ്കിൽ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അവർക്കൊക്കെ മറ്റുള്ളവരോടുള്ള റിലേഷൻ അങ്ങനെ ആയിരിക്കും. അത് സ്റ്റേബിൾ ആയിരിക്കും. അത് എന്താണ് അവരുടെ കൾച്ചർ, ആ ഒരു കൾച്ചറിന്, നമ്മുടെ കൾച്ചർ, കേരളീയരുടെ കൾച്ചറിന് വ്യതിയാനിച്ച് കിടക്കും എന്നാണ് പറയുന്നത്. It should cause clinically significant. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോ. ഓക്കെ, അയച്ചോ? ഞാൻ നോക്കട്ടെ. അപ്പൊ എന്താണ് ഒരു രോഗമാണെന്ന്, ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിസ്ട്രെസ് നമുക്കോ മറ്റുള്ളവർക്കോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താവും അതിനെ എന്താ പറയൂ, നമ്മുടെ ഡിസോർഡർ ആയിട്ട്. അതിനാണ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ്. അതായത് അയാൾക്കോ അയാളുടെ ചുറ്റുമുള്ളവർക്കോ ഭയങ്കര ബുദ്ധിമുട്ട് വരാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. സെക്കൻഡ് മക്കളെ, ഇല്ലല്ലോ. ഓക്കെ, ഇനി 5000 ആയിട്ട് ഇട്ടത്. കേറി. It should cause clinically significant distress or impairment in function in various areas of life. Various areas of clinically significant ആയിട്ടുള്ള ഈ നോട്ട്സ് ആപ്പിൽ ഉണ്ടല്ലോ, അവൈലബിൾ ആക്കിയിട്ടുണ്ടല്ലോ, ഉണ്ട്.
and should be manifested in at least 2 of the areas. Cognition പ്രശ്നം വേണം, affectivity പ്രശ്നം വേണം, and appropriate emotional response പ്രശ്നം വേണം, interpersonal functioning or impulse control പ്രശ്നം വേണം. കാരണം എവിടെയൊക്കെ പ്രശ്നം വരുന്നത് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്, ഡിസ്ട്രസ് ഓർ ഇമ്പയർമെന്റ് ഉണ്ടാക്കണം in the various areas of life. And should be manifested at least 2 ഏരിയയിലെങ്കിലും, ഒന്ന് കോഗ്നിഷൻ അല്ലെങ്കിൽ എഫക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഇമ്പൾസ് കൺട്രോൾ. ഈ 4 ഇതിൽ 2 ആണ്. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ പറ്റി മറ്റൊരാളെ പറ്റിയുള്ള ചിന്ത. അഫക്ടിവിറ്റി എന്താണ്? പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ്, അതായത് സങ്കടം വന്നാൽ സങ്കടം, പിന്നെ അതാണ് അപ്രോപ്രിയേറ്റ്, അതല്ലാതിരിക്കുക. അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഫംഗ്ഷനിങ്, ഇമ്പൾസ് കൺട്രോൾ. ഈ 4 ഏതെങ്കിലും 2 വേണം. അത് നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടും നമുക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. The category of personality disorder encompasses a broad range of behavioral problems which may differ in their own form and severity. പല പല രീതിയിലുണ്ട്. DSM-5 പ്രകാരം 3 ക്ലസ്റ്റർ ആക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്? ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ആണ്. എന്താണ്? ഒരു സ്റ്റേബിൾ പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഉണ്ടാക്കാനും പറ്റില്ല, ഒരു നല്ല ബന്ധം മറ്റൊരാളോട് ഉണ്ടാക്കാനും പറ്റില്ല. DSM-5 പറയുന്നുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് ഇമ്പയർമെന്റ് സെൽഫിലും ഇന്റർപേഴ്സണൽ ഫംഗ്ഷനിങ്ങിലും പ്രശ്നം വേണം. അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല അവരുടെ ബിഹേവിയർ, അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. കൾച്ചർ എക്സ്പെക്ടേഷൻസിന് വ്യതിയാനിച്ച് കിടക്കും. അതുപോലെ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്റ്റൻസ് എല്ലാ ലൈഫിന്റെ എല്ലാ ഏതിനെയും ബാധിക്കും. 4 2 തീർച്ചയായിട്ടും അതിനെ ബാധിക്കണം. ഒന്ന് കോഗ്നിഷൻ, എഫക്ടിവിറ്റി, ഇന്റർപേഴ്സണൽ ഫംഗ്ഷനിങ്, ഇമ്പൾസ് കൺട്രോള്. പിന്നെ ഒരുപാട് റേഞ്ച് ഉണ്ട്. DSM-5 എന്താക്കി 3 ക്ലസ്റ്റർ ആക്കി തരംതിരിച്ചു. ക്ലസ്റ്റർ A, B and C. ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞു ഓക്കെ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ മക്കളെ. ഇതൊന്നും ആരും മിണ്ടാത്ത, മനസ്സിലാവുന്നില്ല? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? മനസ്സിലാവാകുണ്ടോ? പറയണേ. ക്ലസ്റ്റർ എ. പിന്നെ മക്കളെ നമ്മുടെ നെക്സ്റ്റ് ഇന്റേൺഷിപ്പ് ജൂൺ 1 to 14 ആണ്. 1 to 15 ആണ്. 1 to 14 or 1 to 15 ആണ് വരുന്നത്. CUT-കാരുണ്ടെങ്കിൽ പോലും ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം. CUT-കാർ, എസ്പെഷ്യലി CUT-കാരെ നമ്മൾ വെൽക്കം ചെയ്യാണ് കേട്ടോ. 1 to 15 ആരൊക്കെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടെന്നാണ് വീഡിയോ തന്നെ പറയുന്നത്. അപ്പൊ ക്ലസ്റ്റർ എയിൽ എന്താണ്? പാരനോയിഡ്, സ്കിസോയിഡ്, സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് വരുന്നത്. പാരനോയിഡ്, സ്കിസോയിഡ്, സ്കിസോടൈപ്പലാണ് വരുന്നത്. These disorder involves thinking and behavior which appears unusual ആയിരിക്കും, ഭയങ്കര unusual ആയിരിക്കും, odd ആയിരിക്കും, eccentric ആയിരിക്കും to other people and may often lead to various social problems. മറ്റുള്ളവരോട് ഭയങ്കര ഓഡ് ആയിട്ടുള്ള, അൺയൂഷ്വൽ ആയിട്ടുള്ള, എസെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. അത് മറ്റുള്ളവരിൽ അല്ലെങ്കിൽ വേറെ സോഷ്യൽ പ്രോബ്ലംസ്, മറ്റുള്ളവർക്ക് ഉപദ്രവകാരികളായിരിക്കും ഈ ക്ലസ്റ്റർ ആൾക്കാർ. ഇറ്റ് മേ റേഞ്ച് ഫ്രം ഡിസ്ട്രസ് ടു സസ്പീഷ്യസ്നെസ് ആൻഡ് ഈവൻ സോഷ്യൽ ഡിറ്റാച്ച്മെന്റ്. ഡിസ്ട്രസ്, സസ്പീഷ്യസ്നെസ്, സംശയം, സോഷ്യൽ ഡിറ്റാച്ച്മെന്റ് ഒക്കെയാണ് വരുന്നത്. ക്ലസ്റ്റർ ബി എന്നുള്ളത് ഇറ്റ് ഇൻക്ലൂഡ് ഹിസ്ട്രിയോണിക്, നാർസിസ്റ്റിക്, ബോർഡർ ലൈൻ ആൻഡ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ദീസ് ഡിസോർഡർ ഇൻവോൾവ് ടെൻഡൻസി ഓഫ് ദി ഇൻഡിവിജ്വൽ ഡയഗ്നോസ് വിത്ത് ഇറ്റ് ടു ബി ഡ്രമാറ്റിക് ആയിരിക്കും, ഭയങ്കര ഡ്രമാറ്റിക് ആയിരിക്കും, ഇറാറ്റിക് ആയിരിക്കും, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും. ക്ലസ്റ്റർ ബിയില് ഹിസ്ട്രിയോണിക്, നാർസിസ്റ്റിക്, ബോർഡർ ലൈൻ, ആന്റി സോഷ്യൽ, ഇവർ ഭയങ്കര ഡ്രമാറ്റിക് ആയിരിക്കും, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും, അങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. ഈ ക്ലസ്റ്റർ സി ആണെങ്കിലോ OCPD ആട്ടോ. OCPD ആണ്, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. 2 വ്യത്യാസമുണ്ട്. OCD പിന്നെ എന്താ പറയാ, ഒബ്സഷൻ കമ്പൾഷൻ ആണ്, വൃത്തി അങ്ങനത്തെയൊക്കെയാണ് പ്രശ്നം. OCPD-ക്കാർക്ക് പെർഫെക്ഷനിസം ആണ്. അതായത് ഒക്കെ നേരത്തിന്, അവർക്ക് ആ ഓർഡറിന്, അവർക്ക് ഒരു റൂൾസ് അവരുണ്ടാക്കി, ആ റൂൾസ് അവർക്ക് വ്യതിചലിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മുടെ 24 നോർത്ത് കാലത്തില് ഫഹദ് ഫാസിലിന് OCPD ആണ്. 3 ഇഡ്ലിയിൽ കൂടുതൽ കഴിക്കില്ല, രാവിലെ 5, അവർക്ക് ഭയങ്കര പെർഫെക്ഷനിസം ആയിരിക്കും ഉണ്ടാവുക. OCD ഭയങ്കരമായിട്ട് വൃത്തിയാണ്, അവർക്ക് ഓട്ടോമാറ്റിക് തോട്ട് ഇങ്ങനെ വന്നിട്ട് വീണ്ടും 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 ചെയ്യാനുള്ളത്, അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ OCPD എങ്ങനെയാണ്? പെർഫെക്ഷനിസം ആണ്. പുതിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ OCD ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
For cluster C, it includes obsessive compulsive personality disorder, avoidant disorder, dependent personality disorder. These disorders involve tendency to be anxious and fearful. ഭയങ്കര anxious, fearful ആയിരിക്കും. ഇതാണ് 3 clusters. ഇനി ഓരോ clusters നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വന്നാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എല്ലാത്തിനെയും ഇവർക്ക് സംശയമായിരിക്കും, എല്ലാരെയും സംശയം. അവർ ഗാർഡ് ചെയ്തിട്ടാ നിൽക്കുക. ക്ലോസ് ഫാമിലി ആരെയൊന്നും പറയണ്ട. People with paranoid personality disorder usually get suspicious even in the situation where most people would find their suspicious to be unfair. മറ്റുള്ളവർക്ക് ആർക്കും സസ്പീഷ്യസ്നെസ് തോന്നാത്തത് ഇവർക്ക് തോന്നും. They may interrupt the events unrelated to them or remotely related to them as personal attack to them. അവർക്ക് ഏതും അവരുടെ ആ കാർ എന്നെ എന്തോ ഉപദ്രവിക്കാൻ വേണ്ടി പോവാണ്, ഈ ലൈറ്റ് എന്നെ ഇപ്പം, അങ്ങനെ എല്ലാത്തിനെയും അവർക്ക് സംശയിക്കും. അതായത് അവരോട് അൺറിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോട് പോലും അവർക്ക് സംശയമായിരിക്കും ഉണ്ടാവാം. This makes their interpersonal relationship very difficult and strained, as this distrust often extends even to the close family members. ഇവരെ കൂടെ interpersonal relationship സാധ്യമാവും കേട്ടോ മക്കളെ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും interpersonal relationship. ഈവൻ ക്ലോസ് ഫാമിലി, അച്ഛനെയും അമ്മനെയും ഭയങ്കര സംശയം, അച്ഛനെയും ഭാര്യനെയൊക്കെ സംശയിച്ചാലോ ഇങ്ങനെയാണ്. They see themselves as completely blameless. അവരെല്ലാ കുറ്റം മറ്റുള്ളവർ തരയിടും. അവർ കംപ്ലീറ്റ്ലി ബ്ലെയിംലെസ് ആണ്, എല്ലാം മറ്റവർ കാരണമാണ്. Instead, they put the blame on other people, guilty even of their own mistake and failure. സ്വന്തം മിസ്റ്റേക്ക് ഉണ്ടായാലും ഫെയിലിയർ ഉണ്ടായാലും മറ്റുള്ളവരുടെ തലക്കെച്ചത് കിട്ടും. Thus, they may also always look on guard and expect trickery from others, which forces them to look for cues to validate their false expectation. ഇപ്പോഴും അവർ ഗാർഡ് ചെയ്തിരിക്കും, എപ്പോഴും മറ്റുള്ളവർ ഇങ്ങനെ അവിടെ കുറ്റം കാര്യങ്ങൾ കെട്ടിവെക്കുന്ന നോക്കിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സംശയരോഗികൾ എന്നൊക്കെ പറയുന്നത്, എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റം പറയാ, അതില് മറ്റുള്ളവരായിട്ട് പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അവർ കംപ്ലീറ്റ്ലി പെർഫെക്റ്റും മറ്റുള്ളവരൊക്കെ അവർ ചെയ്ത തെറ്റിന് പോലും മറ്റുള്ളവരെയൊക്കെ ഇവര് കുറ്റപ്പെടുത്തും. ഇതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ മാം? ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്നും മാറൂല. മെന്റൽ ഡിസോർഡേഴ്സ് ഒന്നും ക്യൂറബിൾ അല്ല. ട്രീറ്റ്മെന്റ് ഉണ്ട് ഫോർ ജസ്റ്റ് മാനേജബിൾ. എങ്ങനെ മാനേജ് ചെയ്യും? അവർക്കോ അവർക്കോ മറ്റൊരാൾക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യും, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനിയാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് ഒരു ഇമോഷനും ഉണ്ടാകും. സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കല്യാണം കഴിച്ചാൽ തീർന്നിട്ടോ. ഒരു ഇമോഷനും, പ്രണയോ സങ്കടോ ദേഷ്യോ, ഒരു സോഷ്യലി ഐസൊലേറ്റ് ചെയ്തിരിക്കും. അവർക്ക് ഒരു ഇമോഷൻസും ഉണ്ടാവാത്ത രീതിയിൽ സോഷ്യലി ഭയങ്കര ഒരു കാം ക്വയറ്റ്, യാതൊരുവിധ സന്തോഷവും ഒന്നും ഉണ്ടാവാത്തൊരു ആളുകളായിരിക്കും. ഇതാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അവർക്ക് താല്പര്യം ഉണ്ടാവില്ല കേട്ടോ, കാരണം നമുക്ക് അവോർഡന്റ് മനസ്സിലാവും. അവോർഡന്റുകാർക്ക് താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് പറ്റായിട്ടാ. എന്നെ ഇവരെന്തെങ്കിലും ചീത്തയാലും ഞാൻ ഇവർ ചമ്മിൽ പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവര് ഈ അവോർഡന്റുകാര് മറ്റൊരാൾക്ക് പോകാത്തത്. സ്കിസോയിഡുകാർക്ക് അവർക്ക് താല്പര്യമേ ഇല്ല, അവർക്ക് മറ്റൊരാളുടെ റിലേഷനിൽ താല്പര്യമില്ല. മക്കളെ, people with schizoid personality disorder demonstrate a pervasive pattern of social detachment, socially detached, and an extremely restricted range of emotional expression, and thus remain socially isolated. ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ കാണിക്കില്ല, അതുകൊണ്ട് അവർ സോഷ്യലി ഐസൊലേറ്റഡ് ആയിരിക്കും. They do not usually seek out for relationship on their own. ആരുടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അവർ പോകില്ല. ഓക്കെ, they do not usually seek out for, അവരായിട്ട് പോയിട്ട് ഒരാളോട് അവരെന്തുണ്ടാക്കില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാക്കില്ല.
And are most often cold, like cold. Aloof nanal oru expression illande indifferent to people around them. ഭയങ്കര indifferent ആണ്. കണ്ടാൽ തന്നെ ആരോട് സംസാരിക്കില്ല, മിണ്ടൂല. അവരവരുടേതായിട്ടുള്ള ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോവാണ് ചെയ്യുക. People with schizoid personality disorder are not interested in maintaining close relationship with others. ആരോടും ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. Neither romantic or sexual relationship അവർക്ക് ഒന്നിനും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. Thus, they appear to be cold, distant and detached people who are neither affected by praise nor by criticism. ആരോട് പ്രൈസും ക്രിറ്റിസിസം, അഭിനന്ദനം വേണ്ട, ക്രിറ്റിസിസം ഒന്നും അവർക്ക് യേശുവില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇമോഷനും ഇല്ലാത്ത കരയ്ക്ക്. Homelessness also appear to be common in these people. വീട് വിട്ടിറങ്ങി പുറത്തേക്ക് താമസിക്കൊക്കെ ഇവരിൽ ആരും വേണ്ട, അങ്ങനെ ഒരു സ്വഭാവമായിരിക്കും ഉണ്ടാവുക. ഇതാണ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ സ്കീസോ ടൈപ്പിൽ ഇവർക്ക് ആരോട് ബന്ധം ഉണ്ടല്ലോ, ഇവർക്ക് എന്തെങ്കിലും മാജിക്കൽ തിങ്കിങ് ഉണ്ടാവും. ഞാൻ ദൈവമാണെന്നോ, ഞാൻ നരബലിയാണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നരബലി ചെയ്യണമെന്നൊക്കെ അങ്ങനെ ഒരു മാജിക്കൽ, ഈ സ്കീസോയിഡിനെ പോലെ തന്നെയാണ്, പക്ഷെ ഒരു മാജിക്കൽ തിങ്കിങ്ങും ഉണ്ടാവും. Schizotypal personality disorder is characterized by excessive introversion along with social and interpersonal difficulties. ഈ സ്കിസോയിഡ് പറഞ്ഞ പോലെ തന്നെയാണ് ടൈപ്പ്. എന്താണ്? എക്സസീവ് ആയിട്ട് ഇൻട്രോവേർട്ട് ആയിരിക്കും, along with social and interpersonal difficulty ഉണ്ടാവും. They tend to have perceptual and cognitive distortions. കണ്ടോ, അവർക്ക് പെർസെപ്ച്വലും കോഗ്നിറ്റീവ്, ഞാൻ ദൈവമാണെന്നോ എന്തെങ്കിലുമൊക്കെ ആരോട് ബന്ധം ഉണ്ടാവില്ല, അവർ വേറെ എന്തോ ആണെന്നുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ അവിടെ ഉണ്ടാവും. സസ്പീഷ്യസ് ഉണ്ടാവും, ഓഡ് ബിഹേവിയർ ഒക്കെ ആയിരിക്കും ഉണ്ടാവും. ആ ഗോരി എന്നൊക്കെ പറഞ്ഞൊക്കെ നടന്നാവും, ഓഡ് ബിഹേവിയർ ഒക്കെ ആയിരിക്കും. Their contact with reality is usually intact, but under extreme stress, they may also experience certain transient psychotic symptoms. ഭയങ്കരമായിട്ട് പിന്നെ എന്താണ്, റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ചില സമയത്ത് സൈക്കോട്ടിക് സിംറ്റംസും കാണിക്കും. അതായത് എന്തോ ഒരു കോഗ്നിറ്റീവ്, അതായത് സമൂഹത്തിനോട് വിട്ടു നിൽക്കാം, പ്ലസ് എന്തെങ്കിലും ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനും കൂടി ഉണ്ടെങ്കിൽ സ്കീസോ ടൈപ്പിൽ അങ്ങനെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഇല്ലാത്ത സ്കീസോയിഡ് ഇങ്ങനെ വിട്ടു നിൽക്കുന്നുണ്ട്. താൻ ദൈവമാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൂതവും പ്രേതവും. ഞാനൊരു ക്യാരക്ടറിന് പറഞ്ഞുതരാം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? അതിൽ ആ കുട്ടിച്ചാത്തനെ പിടിക്കാൻ നടക്കുന്ന ഒരാളില്ലേ, അയാള് സ്കീസോ ടൈപ്പിലാന്ന് പറയും. ശരിക്കും അങ്ങനെ കുട്ടിച്ചാത്തൻ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് നടന്നാളോ ഇത് തേടി നടത്തില്ല. സമൂഹമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല, പ്ലസ് എന്തെങ്കിലും ഡിസ്റ്റോർഷനും ഉണ്ടാവും. ഇതാണ് സ്കീസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. അടുത്താണ് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി. ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള കേട്ടോ ക്ലസ്റ്റർ ബി. ഫസ്റ്റ് ആണ് ഹിസ്ട്രിയോണിക്. എൻ്റെ അമ്മോ, ഇമോഷൻസ് എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അയക്കാൻ പറ്റാത്ത ഇമോഷൻസ് ആയിരിക്കും അവർക്ക്. പിന്നെ അറ്റൻഷൻ സീക്കിങ്, എവിടെ പോയാലും അവർക്ക് അവരയക്കണം സെന്റർ ഓഫ് ദി അട്രാക്ഷൻ. അത് എങ്ങാനും മാറിപ്പോയി ഇവർ തകർന്നു പോകും. അങ്ങനെയുള്ള ആൾക്കാർ ഹിസ്ട്രിയോണിക്. Histrionic personality disorders characterized by exaggerated expression of emotions. സന്തോഷം അവർക്ക് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ കാണിക്കും. Such as hugging someone first, obviously that they have just met, or crying uncontrollably during a sad moment. കണ്ട ഉടനെ കെട്ടിപ്പിടിക്കുക, ഒരു പരിചയമില്ലാത്ത ആളെ, ഒരു ചെറിയ സങ്കടമുള്ള ആകാശഗംഗയൊക്കെ അവരല്ല, ആകാശദൂതൊക്കെ അവർ കാണാൻ ചിലപ്പോൾ അവരെ 10 ദിവസത്തിന് കാര്യം. അങ്ങനെ ഒരു എക്സാജറേറ്റഡ് ഇമോഷൻസ് ആണ് അവർ കാണിക്കുക. Another characteristic feature of this disorder is excessive attention-seeking behavior ആണ് ഇവർക്ക് ഉണ്ടാവുക. They are lively, charming, dramatic, and extroverted behavior usually make them center of attention, and they may feel unappreciated if they are not being attended to by people. അവർ എന്തായാലും അവരുടെ സ്വഭാവത്തിന് അവർ അറ്റൻഷൻ സീക്കിങ്ങിലാണ് നിൽക്കുക, പക്ഷെ അവരാരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. ഈ പേഴ്സണാലിറ്റികളൊക്കെ നിങ്ങൾ ഇതിങ്ങനെ വിചാരിക്കണം, ഇതൊക്കെ പേഴ്സണാലിറ്റികളാണ്, ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവും. എനിക്കൊരു ഇച്ചിരി ഹിസ്ട്രിയോണിക് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഡിസോർഡർ ഒന്നും ആയിട്ടില്ലെങ്കിലും എനിക്കൊക്കെ ഉണ്ട് ലൈഫ് ലൈഫിൽ നിൽക്കണം എന്നൊക്കെ ഒരു താല്പര്യമുള്ള കൂട്ടത്തിലായിട്ട് ഞാൻ. പക്ഷെ ഇതൊക്കെ പേഴ്സണാലിറ്റി, അത് എപ്പോഴും ഡിസോർഡർ ആവാ.
ഞാനൊന്ന് ദേ പോയി ഇതാ വന്നു കേട്ടോ. നെറ്റ്വർക്കിൽ ഇന്ന് ഇന്നല്ല 2-3 ദിവസമായി തുടങ്ങിയിട്ട് ഞാന് അവരോട് വിളിച്ചിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. കണ്ടോ, അതായത് അവരാരെങ്കിലും അൺഅപ്രിഷിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. ബട്ട് സൂൺ people around them get tired of this level of attention they seek for constantly, which usually result in unstable and unsatisfying relation. ഡെയിലി അവർക്ക് അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ചുറ്റുള്ളവർക്ക് പറ്റൂല. അത് ചുറ്റുള്ളവർക്ക് ഭയങ്കര അൺസാറ്റിസ്ഫൈങ്ങും അൺസ്റ്റേബിൾ ആയിട്ട് മാറും. their appearance and behavior are usually found to be very dramatic ആയിരിക്കും. അവരായിട്ട് നാടകീയമായിരിക്കും, തിയേറ്ററിക്കൽ എന്നാണ്, നാടകീയമായിരിക്കും. ആൻഡ് അറ്റ് ടൈംസ് സെക്ഷലി പ്രൊവോക്കേറ്റീവ്, ഭയങ്കരമായിട്ട് സെഡ്യൂസീവ് ആയിരിക്കും, സെക്ഷലി പ്രൊവോക്കേറ്റീവ് ആയിരിക്കുന്നത് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. They also tend to be vain, uncomfortable and self-centered when not in limelight and very much concerned about their ലുക്സിനെ പറ്റി വെരി കൺസേൺ ആയിരിക്കും. ഭയങ്കരമായിട്ട് ബ്യൂട്ടി പാർലറിൽ ഇറങ്ങാതെ അങ്ങനെയൊക്കെ നടക്കുന്നതായിരിക്കും. ലൈറ്റിൽ സെൽഫ് സെന്റേർഡ് ആയിട്ട്, അതായത് അവരെല്ലാവരും സെൽഫ് സെന്റർ ആക്കി വെച്ചില്ലെങ്കിൽ അവർക്കത് അൺകംഫർട്ടബിൾ ആയിരിക്കും. They can also be impulsive and can have difficulty in delaying gratification. Speeches is often very vague, lacking details and also impressionistic with a major concern of approval from others. ആളുകളെ പറഞ്ഞു മയക്കാൻ ഭയങ്കര കഴിവുണ്ടാവും, ഇംപ്രഷനിസ്റ്റിക് ആയിക്കാരുടെ സംസാരമൊക്കെ, അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരുടെ അപ്രൂവൽ ഒക്കെ പെട്ടെന്ന് കിട്ടും. Their cognitive style could be characterized by tendency to view situation in an absolutic manner. അവരുടെ cognitive absolutic മാനറിലാണ് ഉണ്ടാവുക. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എക്സ്ട്രീം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്വഭാവമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഹിസ്ട്രിയോണിക്. എക്സാജറേറ്റഡ് എക്സ്പ്രഷനും അറ്റൻഷൻ സീക്കിംഗ് ആണ് മെയിൻ. ലൈം ലൈറ്റിൽ അവർ ഭയങ്കര ഡ്രമാറ്റിക് ആക്കി എല്ലാവരും അവരെ ശ്രദ്ധിച്ചു പോകും. പക്ഷെ ഡെയിലി ശ്രദ്ധിക്കാന്ന് പറയുമ്പോൾ ആളുകൾ തളർന്നു പോകും. പിന്നെ എന്താണ്, ഇവർക്ക് ലൈം ലൈറ്റിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വയലന്റ് ആവും, പിന്നെ ഭയങ്കര സെൽഫ് കോൺഷ്യസും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ചില ഡിസോർഡേഴ്സ് നമുക്ക് എൻവയറമെന്റിൽ നിന്ന് കിട്ടുന്നതല്ലേ? അതെ, എൻവയറമെന്റ് അല്ലേ? സോ അങ്ങനത്തെ ഡിസോർഡേഴ്സ് ക്യൂറബിൾ ക്ലബ് ആയിട്ടാണ് സുമയ്യ പറയുന്നത്. യു മേ നോട്ട് അറ്റൻഡ് കഴിഞ്ഞ ക്ലാസ് ഉണ്ടോ അറിയില്ല, ക്ലബ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഓൾറെഡി എൻവയോൺമെന്റില് മാത്രം അല്ല, ലൈക്ക് ക്ലബ് ആയിട്ടാണ് പറയുന്നത്. ഒരു എൻവയോൺമെന്റ് മാത്രം വൾണറബിൾ ആയിരിക്കും ആള്, പ്ലസ് എൻവയോൺമെന്റിൽ നിന്നും കൂടെ കിട്ടുമ്പോഴാണ് എപ്പോഴാണ്. അതാണ് പറയുന്നത്, ഒരു വൾണറബിൾ ആയിട്ടുള്ള ആളെ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സ്കിസോഫ്രീനിയ പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, വി ക്യാൻ ചേഞ്ച്. ബിക്കോസ് ഈ ജനറ്റിക്കലി വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇക്കാക്ക് ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ജനറ്റിക്കൽ വൾണറബിൾ വരെ നമുക്ക് എടുത്ത് ഒഴിവാക്കാന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ക്ലബ്. അതായത് ഓൾറെഡി വൾണറബിൾ ആയിട്ടുള്ള ആൾക്ക് എൻവയോൺമെന്റ് കൂടെ വരുമ്പം എന്തായിട്ട് മാറും, രോഗം പുറത്തോട്ട് വരാണ്, അങ്ങനെയാണ് വരാറുള്ളത്. ഇനി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. കലിപ്പൻ, ഈ കലിപ്പന്റെ കാന്താരിയിലെ കലിപ്പനില്ലേ, അവനാണ് നാർസിസ്റ്റിക് എന്ന് പറയുന്നത്. അടിച്ചമർത്തി എല്ലാവരെയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള സ്വഭാവമാണ്. നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ഒരു ഫാമിലി കേസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നാർസിസ്റ്റിക് ഡിപ്പെൻഡന്റിനെ കണ്ടെത്തുകയും ചെയ്യും. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് കാന്താരി. യെസ്, കാന്താരി സഫർ ചെയ്യും, കലിപ്പൻ സഫർ ചെയ്യിക്കും. നമ്മൾ എന്താക്കും, കലിപ്പൻ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കില്ല, കാന്താരിനെ അസർട്ടീവ് ആക്കും. ഡിപ്പെൻഡന്റ് മാറ്റി അസർട്ടീവ് ആകുമ്പോൾ കലിപ്പൻ ഡിപ്രഷനിലേക്ക് പോകും. ഒന്നെങ്കിൽ കലിപ്പൻ റെഡി ആവും, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയിട്ട് അവിടുന്ന് കയറി വരികയാണ്. അടിച്ചമർത്തി ഈ പറയുന്ന പോലെ തന്നെ ഒരു വസ്തു ചെയ്യിക്കാൻ സമ്മതിക്കാതെ അത്രയും
സാർ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പേഴ്സണാലിറ്റി പിന്നെ നാർസിസ്റ്റിക് ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരി ഒരു KSB ജീവനക്കാരി ആയിരുന്നു പോലും. 75-80,000 പെർ മന്ത് വാങ്ങുന്ന ആ സ്ത്രീയുടെ ശമ്പളത്തിന് 1 രൂപ പോലും ആ സ്ത്രീനെ കൊണ്ട് ചെലവാക്കാൻ പറ്റില്ല. ആ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടോ ATM ഒക്കെ ഇയാളുടെ കയ്യിൽ. എന്നിട്ട് ഇയാൾക്ക് വേറെ എവിടെയാ ജോലി. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇയാള് വരും. ഇയാള് വന്നിട്ട് ഇയാള് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പോകും. ഒരു പൈസ പോലും ഇയാള് ഈ സ്ത്രീയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു പഴയ രീതിയിലുള്ള കോട്ടൺ സാരി മാത്രമേ ഇയാൾ അദ്ദേഹത്തിന് അടിച്ച കൊടുത്തു. ഈ നാർസിസ്റ്റിക്കിന്റെ സ്വഭാവമാണ് സാഡിസം. ഭയങ്കര സാഡിസ്റ്റുകളായിരിക്കും നാർസിസ്റ്റുകാര്. അതായത് ഈ നാർസിസ്റ്റുകളാണ് ഡിപ്പെൻഡാരെ ഇങ്ങനെ ഡിപ്പെൻഡാർക്കാണെങ്കിലും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. സോ ഇവരിങ്ങനെ മെന്റലി ഹാരാസ് ചെയ്തിട്ടാണ് സന്തോഷം കണ്ടെത്തുക. എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ സാധാരണ രീതിയിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആള് ഒരിക്കലും അത് വൈഫിനെയോ ഹസ്ബൻഡിനെയോ അറിയിക്കില്ല. നാർസിസ്റ്റുകാർ അത് അറിയിക്കും. എന്തിനു വേണ്ടിയിട്ടാ? എന്നിട്ട് ഈ ഡിപ്പെൻഡന്റുകാർ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ സഫർ ചെയ്യുന്ന കാണണം, അതിലൂടെ സന്തോഷം കണ്ടെത്തും. അച്ഛാതി സാഡിസ്റ്റുകളാണ്. പക്ഷെ നാർസിസ്റ്റുകൾ ഒരിക്കലും അസർട്ടീവ്നെസ് ഉള്ളവരടുത്തുനിന്ന് പോലിട്ട് അവരെപ്പോഴും ഡിപ്പെൻഡന്റുകളെ തേടി പിടിച്ച് കണ്ടെത്തും. അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവർക്ക് ഉള്ളത്. അപ്പൊ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലിനിക്കിൽ ഇരിക്കുമ്പോ എപ്പോഴും കാണുന്ന ഒരു കേസ് ആട്ടോ നാർസിസ്റ്റിക്. ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കേസാണ്. Narcissistic personality disorder is characterized by exaggerated sense of self-importance that the individual gives to oneself. അവര് സെൽഫ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഭയങ്കര സെൽഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു നാർസിസ്റ്റിക്കിന് എക്സാമ്പിൾ നമ്മുടെ ലോകത്ത് തന്നെയാണ്. ലോകത്ത് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഹിറ്റ്ലർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന് അടിമയായിരുന്നു. ഭയങ്കരാണ്. Another important feature is preoccupation with seeking attention, admiration and lack of empathy. Empathy എന്ന് പറഞ്ഞ സാധനം അവർക്ക് ഉണ്ടാവില്ല. ഈ പറഞ്ഞ അറ്റൻഷൻ കിട്ടണം, അഡ്മിറേഷൻ വേണം, അവരെല്ലാം അംഗീകരിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ്. അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ അതിനെക്കൊണ്ടല്ല ഈ പറഞ്ഞ പോലെ തന്നെ അയാൾ ഏതോ സ്ഥലത്ത് വന്നിട്ട് വേണം ഈ സ്ത്രീക്ക് പച്ചക്കറി വാങ്ങാൻ 50,000 രൂപ. പിന്നെ സാർ എന്നിട്ട് സ്ത്രീനെ അസർട്ടീവ് ആക്കിയപ്പം അയാൾ ഡിപ്രഷനിലേക്ക് പോയി. പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തു. അയാൾ ഒക്കെ ഒന്നല്ല, അയാളിങ്ങനെ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണുള്ളത്. നാർസിസ്റ്റിക് എവിടെന്നെങ്കിലും ഡിപ്പെൻഡൻസിക്കാരെ കണ്ടുപിടിക്കുകയും ചെയ്യും. നമ്മൾ ചോദിക്കും ഫസ്റ്റ് ചേട്ടായിയുടെ സ്നേഹം, ചേട്ടായി ഒലക്കെയാണ്, നാർസിസ്റ്റിക് ആണ്. ടോക്സിക് റിലേഷൻഷിപ്പിന് ഏറ്റവും ഡിപ്പെൻഡന്റ് കൂടി മനസ്സിലാവും. ഇപ്പൊ പഠിക്കുമ്പോൾ മനസ്സിലാവും ഒരു കറക്റ്റ്. യെസ്, ഉയരേല് ആസിഫ് അലി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരുന്നു. നമ്മുടെ പാർവതിക്ക് ഡിപ്പെൻഡന്റ് ആണ്. പാർവതി ഡിപ്പെൻഡന്റ് ആയത് നിങ്ങൾ കേട്ടോ, അറിയാതെ കിടക്കപ്പായിൽ മൂത്രമൊഴിച്ചു പോയപ്പം എല്ലാരും കളിയാക്കിയപ്പോ അങ്ങനെയൊക്കെയാ നാർസിസ്റ്റിക്കാര് ഈ ഡിപ്പെൻഡൻസിക്കാരെ വലയിലാക്കാം. ആ ഒരൊറ്റ പേരിട്ട് തളർത്തിക്കാളും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കഴുത്തിങ്ങനെ ഇറക്കി, നീ ഇന്നലെ ഫോട്ടോ അയച്ചു തന്നിട്ടില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ അവർ കാക്കാം. കോസ്റ്റ്യൂം മാറിയപ്പോ നീ അയച്ചു തന്നില്ലല്ലോ, അങ്ങനെ 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 അങ്ങനെ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓക്കെ ആണോ? ഇനിയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. സമൂഹത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, കക്കുക, പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക, ഇങ്ങനെയുള്ള ഒരു ഇതാണ്. People with antisocial personality disorder (ASPD) are found to be most puzzling and intruding of the individual that the clinicians would be seen their practicing. ഏറ്റവും puzzling ആയിട്ട് തോന്നുന്ന ഇവരെയാണ്. They are characterized by tendency to personally disregard and violate social norms. സൊസൈറ്റിയുടെ നിയമങ്ങൾ തെറ്റിക്കും, റൈറ്റ്സ് ഓഫ് അതർ, മറ്റുള്ളവരുടെ അവകാശങ്ങളെ തെറ്റിക്കും. വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ഡെസിറ്റ്, അഗ്രഷൻ ആൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ ആൻഡ് ആക്ടിവിറ്റീസ്. കളവ്, കഞ്ചാവ് വിൽപ്പന, വ്യഭിചാരം, എല്ലാ സൊസൈറ്റിക്ക് പറ്റാത്ത സാധനങ്ങളും ഇവരുടെ അടുത്ത് ഉണ്ടാവും. They lack ethical or moral development. Ethics or morality ഒന്നും അവരിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. No remorse or loyalty towards anyone. ആരോടും ലോയാലിറ്റി അല്ലെങ്കിൽ റിമോഴ്സ് ഉണ്ടാവില്ല. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി 18 വയസ്സിന് ശേഷമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. 18 വയസ്സിന് മുന്നേ ആണ് ഇങ്ങനത്തെ ഈ കള്ളത്തരം, പിടിച്ചു പറി, വീട് വിട്ടിറങ്ങി പോവാ, പിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാവും. കുട്ടികളിലാണെങ്കിൽ ഇതേ സ്വഭാവം കണ്ടക്ട് ഉള്ളവർക്ക് 18 വയസ്സിന് ശേഷം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഇനി ആണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അഗെയിൻ അടുത്ത ഡ്രമാറ്റിക് സാധനമാണ്. എന്റെ മോ സാറ് പറയും കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിന്റെ ചെക്കന് കൈ നോക്കിയാൽ മനസ്സിലാവാൻ ബോർഡർ ലൈൻ ആണോന്ന്. ആളുകളെ വശീകരിക്കുക, പേടിപ്പിക്കുക, പീഡിപ്പിക്കുക, ഒഴിവാക്കുക. എനിക്ക് പേഴ്സണലി ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബോർഡർ ലൈനിന്റെ ഹസ്ബൻഡ് ആയിരുന്നു, എക്സ് ഹസ്ബൻഡ് എന്ന് പറയും. ഒരു ഇൻസ്റ്റാ ഫെയിമാണ് പുള്ളിക്കാരിനെ. എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഈ ഇൻസ്റ്റാ ഫെയിമിനെ എനിക്ക് അറിയാം. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവിന്റെ റിലേറ്റീവ് ആണ്. സോ കാരണം ആ ഒരു ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ഒക്കെയാണ്. ഈ കൊച്ചു കംപ്ലീറ്റ്ലി ഫാമിലിയിൽ നിന്ന് മാറിപ്പോയപ്പോഴൊക്കെ എനിക്ക് ആദ്യം കൊച്ചിനെ അറിയാം. പക്ഷെ കല്യാണമൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് നടത്തിയതൊക്കെയാണ്. പക്ഷെ ഇവരൊരു റിലേഷൻഷിപ്പിൽ കുറച്ചു. ഇവർക്കൊരു സമയം, പക്ഷെ ആ റിലേഷൻഷിപ്പിൽ ഉള്ള സമയത്ത് ഈ പാർട്ട്നേഴ്സ് വിചാരിക്കും ഇവൾക്ക് എന്റെ ജീവനാണ്, ഇവളെന്നെ ഒരിക്കലും അങ്ങനെ ആയിട്ട് ഇവര് ഒരു വലയം തീർത്തു വെക്കാം. എന്നിട്ട് ഇയാള് പീക്കിലെത്തുമ്പോ ഇവളങ്ങ് ഊരിപ്പോയി വേറൊരാളായിട്ട് റിലേഷൻ തുടങ്ങിയിട്ട്, വേറൊരാളായിട്ട് റിലേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു റിലേഷൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ആ റിലേഷനിൽ നിൽക്കുമ്പോൾ അയാളെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ടാവും. സ്നേഹിച്ചിട്ട് കൊന്നിട്ടുണ്ടാവും, വെറുപ്പിക്കാനും അത്രത്തോളം പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ കൈ മുറിച്ച് പേടിപ്പിക്കാം, ആത്മഹത്യ ചെയ്യുന്നതാണ് പേടിപ്പിക്കുക. ഇതൊക്കെ ഇവരുടെ ഒരു ഹോബിയാണ്. The term borderline was originally used to refer to the people who have a condition which could be termed as being neurotic and psychotic. ന്യൂറോട്ടിക്കിനെയും സൈക്കോട്ടിക്കിനെയും ഇടക്ക് നിൽക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ബോർഡർ ലൈൻ ന്യൂറോട്ടിക്കിനെയും സൈക്കോട്ടിക്കിനെയും. However, later this explanation was termed as schizotypal personality disorder, which is biologically also related to schizophrenia. The current diagnosis of borderline personality disorder (BPD) is not biologically linked to schizophrenia. പണ്ട് സ്കിസോഫ്രീനിയ ലിങ്ക് ആയിരുന്നു, ഇപ്പൊ ലിങ്ക് ഒന്നുമില്ല. സ്കിസോഫ്രീനിയ ആയിട്ട് അതിനൊരു ലിങ്കും ഇല്ല കേട്ടോ. The characteristic pattern of people with BPD is impulsivity and instability in self-image, moods, even relation. സെൽഫ് ഇമേജിലും ഇമ്പൾസിറ്റിലും ഒക്കെ അവരിങ്ങനെ എന്താണ് ചാഞ്ചാടി കൊടുക്കും. റിലേഷൻഷിപ്പിലും എന്റെ കോളേജിലൊക്കെയാണ്, കോളേജസിൽ കാണാൻ പറ്റും. ആ ഒരു 3 വർഷത്തെ ഗ്യാപ്പിൽ അവർക്ക് 12 സീരിയസ് റിലേഷൻഷിപ്പ് എങ്കിലും ഉണ്ടായിരിക്കും. 12 മിനിമം ഉണ്ടായിരിക്കും. പക്ഷെ ഇവരെ വാക്ക് കേട്ട ആരും വിശ്വസിച്ചു പോട്ടോ. ഇവരെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാല് എല്ലാരും വിശ്വസിച്ചു പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇതൊക്കെ ഫ്രോഡത്തരായിരുന്നു മനസ്സിലാവാം. The characteristic pattern of people with BPD is impulsivity and instability in self-image, mode, and even relationship. This affective instability is usually manifested by extreme and intense response to any of the internal triggers without thinking about the sort of long-term consequences. എടുത്ത് ചാർജ് ചെയ്യും ഒരു കോൺസിക്വൻസ്. പലർക്കും ആർക്കും ഈ ബന്ധമുള്ളവർക്ക് അധിക പേർക്ക് സെക്ഷൽ റിലേഷൻ ഉണ്ടാവും. ഇതിന്റെ കോൺസിക്വൻസസ് വരായി ഒന്നും ആലോചിക്കില്ല. അതാണ് വിതൗട്ട് തിങ്കിങ് അബൌട്ട് എനി സോർട്ട് ഓഫ് ലോങ് ടേം കോൺസിക്വൻസ്. അതിന്റെ കോൺസിക്വൻസ് ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി എന്തും ചെയ്യും. They can also go through rapid shifting emotions. പെട്ടെന്ന് ഷിഫ്റ്റ് ആവും from one to another. Their sense of self has been described as fragmented self ആണ് ഉണ്ടാവുക. They have highly unstable relation, perhaps due to their unstable self-image. ഭയങ്കര സെൽഫ് ഇമേജ് മാറുന്നതിനനുസരിച്ച് റിലേഷൻഷിപ്പ് മാറിക്കൊണ്ടിരിക്കും. എഫക്റ്റീവ് ഇൻസ്റ്റബിലിറ്റി യൂഷ്വലി ending in disappointment and anger. ഒരാളുടെ ഇഷ്ടം കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഈ ഇഷ്ടമുള്ള സമയത്തുണ്ടല്ലോ നമ്മൾ വിചാരിക്കും അവര് നമ്മളെ ഒരിക്കലും ഇട്ടിട്ട് പോകില്ല, അത്രയും സ്നേഹിക്കും, ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യും. എപ്പോഴും ഈ പാർട്ട്നേഴ്സ് ആണ് അയാൾ ഡിപ്രസ്ഡ് ആയിപ്പോയി. കാരണം ഈ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ് ഈ കുട്ടിയുടേത്. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല. അല്ലെങ്കിൽ ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ് പയ്യൻ ഭയങ്കര സോഷ്യലി ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. പയ്യന്റെ സ്വഭാവം ഭയങ്കര നല്ലൊരു സ്വഭാവം കേട്ടിട്ടാണ് പയ്യന്റെ വീട്ടുകാരെ പയ്യൻ കൺവിൻസ് ചെയ്തിട്ടാണ് കുട്ടീനെ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് കുറച്ച് കല്യാണം ഒരു ട്രാപ്പ് ഉണ്ട്. അവർ 2 കൊല്ലത്തിന് ശേഷം കല്യാണം കഴിക്കാന്നൊക്കെ വിചാരിക്കും. ഇവളുടെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിച്ചു. ഉച്ചകാലം കഴിയുമ്പത്തിനും ഡിവോഴ്സ് ആയി. അവൻ അന്നത്തെ ദേഷ്യത്തിന് അവരുടെ ലവ് സ്റ്റോറി പറയാന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളോട് കേസ് കൊടുത്താൽ ഉറപ്പാണ് ആ സ്റ്റോറി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നു. അവനൊരു ഇൻസ്റ്റാ ഫെയിം ആണ്, പക്ഷെ ഈ കൊച്ചിന്റെ അത്ര ഫെയിം അല്ല. പയ്യനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം എപ്പോഴും ബോർഡർ ലൈനിന്റെ പാർട്ട്നേഴ്സ് എപ്പോഴും ഡിപ്രഷനിലേക്കോ ആൻസൈറ്റിയിലേക്കോ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Though it is also important to note that
Note here that their fear of abandonment is also very strong and thus they try to avoid it as much as possible. അവർക്ക് ആരും റിജക്ട് ചെയ്ത് താങ്ങാൻ പറ്റൂല. സോ അവരെന്താക്കും, കുറച്ചാൾ ഒരാൾ കൂടെ റിജക്ട് ചെയ്യാതെ പിടിച്ചേക്കും, അവർക്ക് മടുക്കും, അടുത്ത ആൾക്കും അങ്ങനെ ഇങ്ങനെ പോവാണ്. These people also prone to get self-destructive and erratic behavior. കണ്ടോ, സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ കാണിച്ചാൽ വെറുതെ പഠിപ്പിക്കാനോ ചാവൊന്നുമില്ല. സൂയിസൈഡ് അറ്റംപ്റ്റ്സ് can also be a part of their clinical picture. എപ്പോഴും ക്ലിനിക്കൽ പിക്ചർ സൂയിസൈഡ് കയ്യിലൊക്കെ വരയുണ്ടാവും. വെറുതെ പഠിപ്പിക്കാൻ ചാവില്ല കേട്ടോ. പറയുന്നുണ്ട്, ഇറ്റ് കുഡ് ബി മാനിപ്പുലേറ്റീവ് ആൻഡ് സം മേ ഓൾസോ എൻഡ് അപ്പ് കംപ്ലീറ്റിംഗ് ദാറ്റ്. ചിലപ്പോ അവനെ കാണിക്കാൻ വേണ്ടി തൂങ്ങാന്നൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും കംപ്ലീറ്റിംഗ്. Self-injury, self-mutilation is a common feature among people with BPD, but again, it has to be understood with caution that everyone or anyone engaging in any kind of self-harm do not have BPD. ഇവിടെ മനസ്സിലാക്കണം, ആരെങ്കിലും സ്വയം മുറിക്കാണെങ്കിൽ BPD നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്ന വേണം. Such a behavior could be performed relief oneself anxiety or dysphoria കാരണം ആൻസൈറ്റി കാരണമൊക്കെ ചെയ്യാം. പക്ഷെ ഇവരെന്തായിരിക്കും, എക്സ്ട്രീംലി ഡ്രമാറ്റിക് ആയിരിക്കും, സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടെ ഈ സൂസൈഡിൽ കൂടെ കാണിച്ചാണെങ്കിലേ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് BPD ആണെന്ന്. ഓക്കെ ആണോ? ഇത്രയുമാണ് ക്ലസ്റ്റർ ബി. ഇനിയാണ് ക്ലസ്റ്റർ സി. നമ്മൾ സ്കിസോയിഡ് എന്ന് പറഞ്ഞില്ലേ, ആളുകളോടൊക്കെ എന്താണ് വിട്ടു നിൽക്കുന്നു. ഈ വിട്ടു നിൽക്കൽ തന്നെയാണ് ഇവരെ വ്യത്യാസം ഉണ്ടാവും. സ്കിസോയിഡുകാർക്ക് അവർക്ക് താല്പര്യം ഇല്ലായിട്ടാണ് വിട്ടു നിൽക്കുന്നത്. അവോയ്ഡന്റുകാർക്ക് അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് ഭയമാണ്, റിജക്ട് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി വേറെ എന്തെങ്കിലും വിചാരിക്കുന്ന ഭയത്തിനെ കൊണ്ടാണ്. ഇവർക്ക് ഇഷ്ടമാണ് കൂട്ടുകൂടാൻ, പക്ഷെ ഇവർക്ക് ഈ ഭയം കൊണ്ട് ഇവർ കൂട്ടുകൂടാത്ത. മറ്റവർക്ക് ഇഷ്ടമേ ഇല്ല കൂട്ടുകൂടാൻ. ഇതാണ് അവോയ്ഡന്റും സ്കിസോയിഡും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. നാളെ നിങ്ങൾക്ക് കേസ് ഡിസ്കഷൻ, ഇവിടെ ഇന്റേൺസിന് കേസ് ഡിസ്കഷനിൽ സ്കിസോയിഡ് ഒക്കെ കേസ് വെച്ച് പറഞ്ഞു. നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് വരുമ്പോൾ റിയൽ കേസസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്കിസോയിഡും പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളത് കൂടുതൽ കണ്ടെത്തുള്ളൂ. ഇതിപ്പോ തിയററ്റിക്കൽ പാർട്ടാണല്ലോ. എക്സ്ട്രീം സോഷ്യൽ ഇൻഹിബിഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ ആർ ക്യാരക്ടറൈസ്ഡ് പേഴ്സൺ ഓഫ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. കണ്ടോ, എക്സ്ട്രീം ഇൻഹിബിഷനും ഇൻട്രോവേർഷനും ആണ് ഉണ്ടാവുക. Due to this, they have a pattern of limited social relationship and are reluctant in social interaction. അവോയ്ഡന്റിന്റെ സ്കിസോയിഡിനെ പോലെ തന്നെ അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷനും ഒക്കെ കുറവുണ്ടാവും. They do not seek out for other people as they are scared of being criticized. കണ്ടോ, ക്രിട്ടിസൈസിന്റെ സ്കെയർ ആണ് റീബഫ് ബൈ ദം. സ്കെയർ കൊണ്ടാണ് അവരെ റിജക്ട് ചെയ്യുമല്ലോ, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പേടി കൊണ്ട് അവർക്ക് കൂട്ടുകൂടെ ഇഷ്ടമാണ്, പക്ഷെ പേടി കാരണമാണ് അവര് ചെയ്യാത്തത്. However, this does not mean that they do not desire affection. കണ്ടോ, അഫെക്ഷൻ ഡിസയർ ചെയ്യുന്നില്ല, ഡു നോട്ട് ഇഷ്ടമില്ല എന്നല്ല, അവർക്ക് ഇഷ്ടമാണ്. They often feel lonely and bored. അവർക്ക് ഒറ്റപ്പെടുന്നത് ലോൺലി, മറ്റൊരു ഒറ്റപ്പെടലും ലോൺലിനെസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആർക്ക്? സ്കിസോയിഡാർക്ക്. ഇവർക്ക് ഇഷ്ടമല്ല ഒറ്റപ്പെടലും, പക്ഷെ ഇവർ ക്രിട്ടിസൈസ് ചെയ്യുമെന്നുള്ള പേടിക്ക് ഇവരെന്നെ എന്താവാണ്, ഉൾവലിഞ്ഞ്. ഇതാണ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ ആണോ? അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓക്കെ ആണോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, പറയോ? ഇനി അടുത്തതാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ OCPD എന്ന് പറയുന്നത്. ഓർഡർ ആൻഡ് കൺട്രോൾ, ഒരു റൂൾസ് അല്ലെങ്കിൽ എന്താ പറയാ, പെർഫെക്ഷനിസം ആണ് ഇവർക്ക് ഉണ്ടാവും. നിങ്ങൾ 24 നോർത്ത് കാലത്തിലെ പിന്നെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ മാത്രം നോക്കിയാൽ 3 ഇഡ്ലിയിൽ കൂടുതൽ കഴിക്കില്ല, ഇന്ന സമയത്ത് എനിക്കും കണ്ടില്ലേ അവര്, അതാണ് അവരുടെ ജീവിതം. People with obsessive compulsive personality disorder show an excessive concern with maintaining order and control. They exhibit perfectionist tendencies by paying attention to rules, orders and schedules. കണ്ടോ, റൂൾസും ഓർഡേഴ്സും സ്കെഡ്യൂളാണ് അവർ ഇങ്ങനെ അറ്റൻഷൻ കൊടുക്കുക. Their perfectionism can be dysfunctional to the extent that they may never finish their project as they are too preoccupied with the trivial details and thus utilize their time poorly. ഈ പെർഫെക്ഷനിസം കാരണം ഒരിക്കലും അവർക്ക് ഒരു ജോലി സമയത്ത് തീർക്കാൻ പറ്റില്ല. ആ ഡീറ്റെയിലിംഗ് ഇങ്ങനെ പെർഫെക്ഷൻ നോക്കിയിരിക്കുന്നവരും സമയം എടുക്കും, അത്രത്തോളം അവർക്ക് ഒരു ജോലിയും തീർക്കാൻ പറ്റില്ല. They might be too devoted to work, അതായത് 4 മണിക്കൂർ ജോലി ചെയ്തോണ്ടിരിക്കും, to extent that they may have difficulty in doing anything for leisure and entertainment ഒന്നും ചെയ്യാറില്ല, കാരണം എല്ലാം പെർഫെക്റ്റ് ചെയ്ത് വെറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. Others may view them as a rigid or cold. അല്ലെ, റിജിഡ് അല്ലെ കോൾഡ് ആയിട്ടില്ല നമ്മള് കഥാപാത്രത്തിനോട് കാണുന്നത്, ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ടോയ്ലറ്റ് അല്ലെ. OCPD-ന്റെ അങ്ങേയറ്റാണ് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം. They usually don't delegate tasks to others. മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടെ ടാസ്ക് ഡെലിഗേറ്റ് ഒന്നും ചെയ്യില്ല, ആർക്കും വിരിച്ചു കൊടുക്കുന്നത് അവരൊക്കെ പെർഫെക്ഷൻസ് ചെയ്ത് തീർക്കാം.
It is important to note that unlike people with obsessive compulsive disorder, they do not have obsession or follow compulsive rituals. Obsession or വീണ്ടും വീണ്ടും കഴുകുന്ന പരിപാടിയൊന്നുമില്ല, പെർഫെക്ഷനിസം ആണ് ഉള്ളത്. OCDക്ക് ഒബ്സഷൻ വരികയാണ്, എന്നിട്ട് കമ്പൾസീവ് തോട്ട്സ് വന്നിട്ട് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ, അതൊന്നുമില്ല. ഇവർക്ക് എല്ലാം റൂൾസ്, അവരായിട്ട് റൂൾസ് ഉണ്ടാക്കി ആ റൂൾസ് അനുസരിച്ച് അവിടെ ജീവിക്കുകയാണ്. Instead, people with OCPD have lifestyle characteristic of high neuroticism, inflexibility, high concentration, also perfectionist. It has also been found that only 20% of people with OCD have comorbid diagnosed OCPD. OCD ഉള്ളവർക്ക് OCPD ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആകെ OCD ഉള്ള 20% ആൾക്കാർക്ക് മാത്രമേ OCPD ഉള്ളൂ. In fact, people with OCD are more likely to be diagnosed with either avoidant or dependent personality. OCD ഉള്ളവർക്ക് വരാൻ ചാൻസ് അവോയ്ഡന്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ആണ് OCD ഉള്ളവർക്ക് കേട്ടോ. ഓക്കെ ആണോ? ഇതിൽ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊടുത്തിട്ടില്ല. ഡിപ്പെൻഡന്റ് ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവർക്ക് അവർ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇന്ന് എന്ത് ഡ്രസ് ഇടണം, ഇന്ന് കറി എന്ത് വെക്കണം എന്ന് പോലും അവർ ആരോടെങ്കിലും ചോദിച്ചും പറഞ്ഞിട്ടായിരിക്കും. ഒരു കാര്യം അവർക്ക് തന്നെ ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി. ക്ലസ്റ്റർ സിയിലുള്ളതാട്ടോ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. കാന്തായി ചേട്ടായി എല്ലാം ചെയ്തു കൊടുക്കണം. അതാണ് ഈ നാർസിസ്റ്റുകൾ എപ്പോഴും ഡിപ്പെൻഡന്റുകാരാണ്. കാരണം ഡിപ്പെൻഡന്റ് എപ്പോഴും സബ്മിസീവ് ആയിട്ട് നിൽക്കണം, നാർസിസ്റ്റിന് എപ്പോഴും ചവിട്ടിത്താത്തയും വേണം. ഇവരൊരു കോമ്പിനേഷൻ എന്ന് പോവാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞേ മക്കളെ, ഓക്കെ ആണോ? ഇനിയാണ് സോഷ്യൽ കൾച്ചറൽ കോസ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ കോസസ് ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സം ഓഫ് ദി റിസർച്ച് ദർ ഇസ് ലെസ് വേരിയേഷൻ ഇൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അക്രോസ് കൾച്ചേഴ്സ് ദാൻ വിത്തിൻ കൾച്ചേഴ്സ്. കണ്ടോ, അക്രോസ് കൾച്ചറിനെക്കാളും വിത്തിൻ കൾച്ചറിനെക്കാളും അക്രോസ് കൾച്ചറിലാണ് പേഴ്സണാലിറ്റി വേരിയേഷൻസ് കാണിക്കുക. അതായത് വേറെ കൾച്ചറിലേക്ക് പോയാലാണ് മെയിൻ ആയിട്ട് പേഴ്സണാലിറ്റി വേരിയേഷൻസ് കാണിക്കുക. This could be due to the fact that all cultures share a basic 5 personality trait. എല്ലാവരും ഒരു 5 personality trait അല്ലേ, അതുകൊണ്ടായിരിക്കും ഒന്നിലേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് കാണിക്കുക. Paris noted that certain personality disorder have increased in American society in past few years. This could be due to changing cultural priorities with time. കണ്ടോ, കൾച്ചർ മാറുന്നതിനനുസരിച്ച് അമേരിക്കക്കാർക്ക് ഇപ്പോൾ കുറെ ആയിട്ട് BPD എല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടുവരുന്നത്. For instance, narcissistic personality disorder has been found to be more prevalent in Western society. കണ്ടോ, narcissistic വെസ്റ്റേണിലാണ്, and probable reason for it could be the emphasis of personal success and ambition. വെസ്റ്റേൺസ് ഒക്കെ സക്സസ് ആവാണല്ലോ, അവർക്ക് നാർസിസ്റ്റിക് കൂടാണെന്നാണ് പറയുന്നത്. It has been also suggested that an emotional dysregulation and impulsive behavior has increased over the year, especially since World War II. It may have some association with increased prevalence of borderline and antisocial personality disorder over a period of time with the same time frame. കണ്ടോ, ആ വേൾഡ് വാറിന്റെ സമയം കൊണ്ട് ഈ BPDയും അതുപോലെ ASPD ഒക്കെ കൂടി വന്നിട്ട് കണ്ടിട്ടുണ്ട്. അഗ്രഷൻ കാര്യങ്ങളൊക്കെയാണ്. It may have its concern with the breakdown of traditional family system and various other social structures. Through research, this area is required before making any further claims. ഒക്കെ പറയപ്പെടുന്നുള്ളൂ കേട്ടോ, കുറെ കൂടെ റിസർച്ചുകൾ ആവശ്യമാണെന്നാണ് പറയുന്നത്. അവിടെ അക്രോസ് കൾച്ചറിനെക്കാളും വിത്തിൻ കൾച്ചറിനെക്കാളും അക്രോസ് കൾച്ചറിലാണ് കാണിക്കുന്നത്. പിന്നെന്താണ്, അമേരിക്കൻ സൊസൈറ്റിയിൽ കൂടി വരുന്നുണ്ട്. BPD ഒക്കെ അല്ല, നാർസിസ്റ്റിക് ഒക്കെ വെസ്റ്റേൺ കൾച്ചർ നന്നായിട്ട് കൂടി വരുന്ന ബിക്കോസ് അവർ സക്സസ് ആവുന്നതിനെ കൊണ്ട്. World War II ശേഷം BPDയും ASPDയും ഒക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? അപ്പം നാളെ നമുക്ക് ഇനി കുഞ്ഞു ലെസൺസ് ആണ്, 11 ചാപ്റ്റേഴ്സ് ആണ്. ഇനി നമുക്ക് സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡറും അതുപോലെ തന്നെ സെക്ഷൽ ഡിസോർഡർ ആൻഡ് ജെൻഡർ ഡിസ്ഫോറിയ. ഈ സെക്ഷൽ ഡിസോർഡർ ആൻഡ് ജെൻഡർ ഡിസ്ഫോറിയ ഞാൻ എടുക്കുന്നില്ല, കാരണം ഇത് കുറച്ച് നല്ല ഡെപ്തിൽ പറയേണ്ട കാര്യനെ കൊണ്ട് ഞാൻ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇതിന് 2 അടിപൊളി വീഡിയോ, കാരണം ഇത് വെറും എക്സാമിന് വേണ്ടിയിട്ടല്ല, നമ്മൾ കൂടുതൽ അറിയേണ്ട 2 ഡിസോർഡർ ആണ്. ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. കൂടുതലായിട്ട് അറിയേണ്ട 2 ഡിസോർഡർ അതിനെ കൊണ്ട് അത് 2 ഞാൻ വേറെ തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? പിന്നെ ട്രീറ്റ്മെന്റ്സ് എടുക്കാം കേട്ടോ. അപ്പം hope the class was productive and
ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ, ടേക്ക് കെയർ. Thank you, ma'am. നാളെ തന്നെയാണോ മാം ഈ സബ്ജക്ട് തന്നെയാണ്? ഞാനൊന്ന് ഇത് പെട്ടെന്ന് തീരും, എന്നിട്ട് അടുത്തയിലേക്ക് പോവാന്ന് വെച്ചിട്ടാട്ടോ. ഇത് പെട്ടെന്ന് തീരും. ഇനി കുറച്ച് ക്ലാസ് 2-3 ക്ലാസ് ചിലപ്പോൾ ഈ ആഴ്ചയിൽ തീരും. സോ അടുത്തയിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ.